ദേവിക്കും സ്വാമിക്കും നന്ദിയും നമസ്കാരവും. ഇന്ന് പ്രകൃതി ശക്തികൾ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമുക്കിവിടെ ലഭിച്ച കാർഡുകൾ ദി ഹെറോഫൻറ്റ്, ദി സിക്സ് ഓഫ് സോഡ്സ്, ദി മജീഷ്യൻ എന്നിവയാണ്. ഈ കാർഡുകൾ പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു സന്ദേശമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നുപോയ അനുഭവങ്ങളെല്ലാം തന്നെ വെറുതെ ആയിരുന്നില്ല. ഓരോ അനുഭവവും നിങ്ങളെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നുള്ളതാണ്. ദി ഹെറോഫൻറ്റ് നമ്മളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആത്മീയ യാത്രയിൽ ശരിയായ ജ്ഞാനവും മാർഗനിർദ്ദേശവും സ്വീകരിക്കേണ്ട ഒരു സമയമാണ് ഇത് എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ കൂടുതൽ ശക്തമാക്കുക. നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഗുരുതത്വത്തെയും ദൈവിക മാർഗനിർദ്ദേശത്തെയും വിശ്വസിക്കുക. അതിനുശേഷം വിശ്വസിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നമുക്ക് വന്ന കാർഡെന്ന് പറയുന്നത് സിക്സ് ഓഫ് സോഡ്സ് ആണ്. ഇത് പറയുന്നത് കഴിഞ്ഞു പോയ വേദനകളും ആശയക്കുഴപ്പങ്ങളും ഭാരങ്ങളും പതുക്കെ പിന്നിലാക്കി സമാധാനത്തിലേക്ക് നീങ്ങുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഉടൻ ഉത്തരവൊന്നും ലഭിക്കണമെന്നില്ല. പക്ഷേ ചില യാത്രകൾക്ക് സമയമെടുക്കും. നിങ്ങൾ ശരിയായ ദിശയിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ പഴയ അവസ്ഥയിൽ നിന്ന് പുതിയൊരു അവസ്ഥയിലേക്ക് പ്രപഞ്ചം നിങ്ങളെ കൊണ്ടുപോകും. അവസാനം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ദി മജീഷ്യൻ എന്ന കാർഡാണ്. ഇതാണ് ഈ റീഡിങ്ങിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് നിങ്ങളുടെ ശക്തി ഉള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റത്തിനായി ആവശ്യമായ കഴിവുകളും അതുപോലെ അനുഭവങ്ങളും ദൈവിക അനുഗ്രഹവും നിങ്ങൾക്കുള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് മറ്റാരെങ്കിലും വന്ന് നിങ്ങളുടെ ജീവിതം മാറ്റിത്തരുമെന്ന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ വാക്കുകളും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ വിശ്വാസവും എല്ലാം ഒരേ ദിശയിലാകുമ്പോൾ പ്രപഞ്ചം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറക്കാൻ തുടങ്ങും. ഇന്നത്തെ ഒരു പ്രപഞ്ച സന്ദേശം ഇതാണ്. കഴിഞ്ഞത് നിങ്ങളെ ഒരുപാട് പഠിപ്പിച്ചു. ഇപ്പോൾ അതിനെ പിന്നിലാക്കി മുന്നോട്ട് നീങ്ങുക. നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുക. ദൈവിക മാർഗനിർദ്ദേശത്തിൽ വിശ്വസിക്കുക. നിങ്ങൾ അന്വേഷിക്കുന്ന മാറ്റത്തിൻ്റെ തുടക്കം നിങ്ങളിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ്. ദേവിയുടെയും